കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതിഷേധത്തിൽ പുറത്തുനിന്നുള്ളവർ നുഴഞ്ഞുകയറിയെന്ന പോലീസ് വാദം ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തുവന്നത്. പ്രതിഷേധം നടത്തിയവരെല്ലാം പ്രദേശവാസികളാണോ എന്ന് ഉറപ്പില്ലെന്ന് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ പറഞ്ഞു. അതിനിടെ സംഘർഷത്തിൽ ഒരാൾ കൂടി പിടിയിലായി. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 10 ആയി. മുഖം മറച്ചെത്തിയ സംഘം കമ്പനിക്ക് നേരെ കല്ലെറിയുന്നതും വാഹനങ്ങൾ തകർക്കുന്നതും പോലീസിനെ ആക്രമിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. 365ഓളം പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത സംഘർഷത്തിൽ നിലവിൽ 10 പേരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ മഞ്ചേരി സ്വദേശി സൈഫുള്ളക്കെതിരെ വിമർശനവുമായി CPIM രംഗത്തെത്തി. പ്രദേശവാസികളല്ലാത്തവർ പ്രതിഷേധത്തിൽ കടന്നുകൂടിയെന്ന് വ്യക്തമാക്കുന്നതാണ് മഞ്ചേരി സ്വദേശിയുടെ അറസ്റ്റെന്നും പിന്നിൽ ഗൂഢാലോചനയെന്നുമായിരുന്നു CPIM ആരോപണം. പിടിയിലായ മഞ്ചേരി സ്വദേശി സമരസമിതി അംഗമല്ലെന്നും പോലീസ് സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ 24-നോട് വ്യക്തമാക്കി. ഞങ്ങളുടെ ജനകീയ സമരം പ്രദേശവാസികൾ മാത്രമാണ് സമരം ചെയ്തത്. മഞ്ചേരിയിൽ നിന്ന് ഒരാള് അവിടെ എത്തി ഞങ്ങൾക്കാർക്കും പരിചയമുള്ള ആളല്ല. സമരസമിതിയിൽ അങ്ങനത്തെ ഒരാളുമില്ല. പ്രദേശവാസികൾ മാത്രമാണുള്ളത്. 48ഓളം റെൻഡറിംഗ് പ്ലാന്റ് സംസ്ഥാനത്തുള്ളതിന്റെ ചെയർമാനാണ് ഇതിന്റെ ഓണർ. ഇവർക്ക് പല സ്ഥലത്തും പ്ലാന്റുകളുണ്ട്. സമരം പൊളിക്കാൻ വേണ്ടി ഇവർ ഇറക്കിയ ആളുകളാണെന്നാണ് ഞങ്ങളുടെ സംശയം. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി ഈ മഞ്ചേരി സ്വദേശിയെ അവന്റെ എല്ലാ കാര്യങ്ങളും പോലീസ് എടുത്തുകൊണ്ട് ഇത് വെളിച്ചത്തെ കൊണ്ടുവരണം. അതാണ് സമരസമിതിയുടെ ആവശ്യം. റൂറൽ SP ആക്രമിച്ച നടപടിയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. ഇതിന്റെ ഭാഗമായി വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന റെയ്ഡിനെതിരെ വ്യാപക പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. സമാധാന അന്തരീക്ഷം തകർക്കുന്ന പോലീസിനെതിരെ പട്ടിണി സമരം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.